നമ്മളെല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് തമ്മിലടിച്ച് ഫേസ്ബുക്കിൽ തെറി എഴുതി വാട്സപ്പിൽ തെറി അയച്ച് ബന്ധുക്കളും സ്വന്തക്കാരും നാട്ടുകാരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗുവ വിളിച്ച് അടിച്ച് തൊലച്ച് തിമിർക്കുമ്പോൾ നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും ഇളവുകൾ വല്ലതും കിട്ടുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ എവിടുന്നെങ്കിലും നികുതി വല്ലതും കുറച്ച് തരുന്നോ? നമ്മുടെ ലോൺ വല്ലതും എഴുതി തള്ളിത്തരുന്നോ? നമുക്ക് പ്രത്യേകമായി എന്തെങ്കിലും ജീവിക്കാനുള്ള നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ മക്കൾ ഇതുപോലെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒക്കെ പറഞ്ഞ് സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയോ മറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അവർക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ സർക്കാരിൻ്റെ ഔദ്യോഗിക വാർത്തകൾ പുറത്തുവിടുന്ന അവരുടെ ഒരു റിപ്പോർട്ടാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഈ 12 വർഷങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാർ എഴുതി തള്ളിയത് 10 ലക്ഷം കോടി രൂപ. തെറ്റിപ്പോകരുത്, 10 ലക്ഷം കോടി രൂപ. 1 ലക്ഷം കോടിയും 2 ലക്ഷം കോടിയും 5 ലക്ഷം കോടിയുമല്ല, 10 ലക്ഷം കോടി. ആ വാർത്ത ഇങ്ങനെയാണ്. അതായത് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 9,95,000 കോടി രൂപയാണ് ലാർജ് കോർപ്പറേറ്റുകൾക്ക്, കുത്തക ഭീമന്മാരായ കമ്പനികൾക്ക് സർക്കാർ എഴുതി തള്ളിയിരിക്കുന്നത്. ഇത് പാർലമെൻറ്റിൽ വെച്ച രേഖയാണ്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് 18-19 കാലഘട്ടത്തിലാണ്. 1,48,753 കോടി. ഇത് പറഞ്ഞത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പങ്കജ് ചൗധരിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് ഈ കോർപ്പറേറ്റുകളുടെ ബാങ്കിലെ കടം 63,19,057 കോടി രൂപയാണ് 2025 അത് 29 ആയപ്പോൾ 69,21,734 കോടി രൂപയാണ് ഇപ്പം നിലവിലുള്ള കടം. ഇത്രയും കടങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ഇത്രയും രൂപയുടെ ബാധ്യതകൾ സർക്കാർ എഴുതി തള്ളിയത്. ഇതിൽ കർഷകരുടെ എഴുതി തള്ളിയിട്ടില്ല, നമ്മൾ പറയുന്ന പോലെ രാഷ്ട്രീയ ജീവനക്കാരുടേതില്ല, അടിമകളുടേതില്ല. എല്ലാ പാർട്ടിയിലും പെട്ട അനുയായികൾ ജപ്തിയും കടവും ബാധ്യതയും വന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും ആത്മഹത്യ ചെയ്യുന്നവരിൽ പണ്ട് രാഷ്ട്രീയക്കാർ കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. അതെല്ലാം വരുന്നത് ഈ പറഞ്ഞ ഗണത്തിൽ നിന്നാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഇത്രയും ലക്ഷം കോടി രൂപ എഴുതി തള്ളിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2020 കളിപ്പിച്ച് കൊണ്ടുപോയ ഒരുത്തൻ സുഖമായി വിദേശത്ത് ജീവിക്കുന്നുണ്ട്. നമ്മുടെ വിജയ് മല്യ, കിങ് ഫിഷർ, ആസ്വദിച്ച് അർമാദിച്ച് പോയ ആൾ ഇവിടെ ജീവിച്ചതിനേക്കാൾ സുഖമായി അവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ പേരിനെങ്കിലും ചിലപ്പോൾ ഇഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കയറേണ്ടി വന്നതിന്. അവിടെ ഒന്നുമില്ല, നല്ല സുഖസമൃദ്ധമായി ജീവിക്കുന്നുണ്ട്. 11 ഗുജറാത്തികളാണ് ബാങ്കിനെ കബളിപ്പിച്ചു കൊണ്ടുപോയത്. എഴുതിത്തള്ളിയ കണക്കേ ഉള്ളൂ, മുഖ്യ കണക്ക് പറഞ്ഞിട്ടില്ല. ഈ കോടിയെല്ലാം ഈ രാജ്യത്തെ സാധാരണക്കാരൻ എന്തെങ്കിലും ഇളവ് നൽകി, അവനെന്തെങ്കിലും തരത്തിലുള്ള ഗുണം നൽകി, അവനെന്തെങ്കിലും വിപണിയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി നൽകി, അല്ലെങ്കിൽ അവനിച്ചിരി ഇന്ധനത്തിൽ ഇച്ചിരി ഇളവ് നൽകി, നികുതി കുറച്ച് എന്തെങ്കിലും തരത്തിൽ. ഇതാണ് നടന്നിരിക്കുന്ന പണികൾ മൊത്തം. ഇപ്പം നമ്മുടെ കൺമുന്നിൽ ദേശീയപാത പൂർത്തിയാവുന്നു, നമ്മൾ ആവേശത്തോടെ എല്ലാവരും നിൽക്കുകയാണ്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടുമ്പോൾ കേൾക്കുന്ന ശബ്ദം നികുതി 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 എന്നാണ്. ഓടുന്ന കിലോമീറ്ററിന് കാശ്, മേളിൽ കയറിയ കാശ്, താഴെ ഇറങ്ങിയ കാശ്, സംഗതി ഗംഭീരമാവും. അപ്പോഴും നമ്മളെന്ത് വേണം? ഈ ജാതി മതമൊക്കെ പറഞ്ഞ് അടിച്ച് പോസ്റ്റൊക്കെ ഇട്ടിരിക്കണം. എന്തിനാണെന്നറിയോ? ജപ്തി നോട്ടീസ് വരുന്നത് വരെ ഇത് മറന്ന് ജീവിക്കാൻ ഒരാവേശം ഇതിൽ നിന്ന് കിട്ടും.